ടെക് മോഡറേറ്റർ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് സൈനിങ് ആപ്ലിക്കേഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫയർബേസിൻ്റെ സഹായത്തോടെ ഇമെയിലും പാസ്വേഡും എൻ്റർ ചെയ്ത് സൈനപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിനകത്തേക്കും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്തേക്കും. അതുപോലെ തന്നെ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഞാനിപ്പോൾ സൈനപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ ഫയർബേസ് ഇതുമായിട്ട് കണക്റ്റഡ് ആക്കണം. ഫയർബേസ് കണക്റ്റഡ് ആക്കുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇതിനകത്ത് അതും കൂടെ ഉൾപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ ടൈം വേസ്റ്റ് ആകത്തേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ നേരെ ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ സെലക്ട് ചെയ്യാം. എന്നിട്ട് പ്ലസ് ബട്ടണിൽ നിന്ന് ഒരു ആക്ടിവിറ്റിയും കൂടെ സെലക്ട് ചെയ്യാം. വെൽക്കം എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ഞാൻ സെലക്ട് ചെയ്യുകയാണ്, ആഡ് ചെയ്ത്. പിന്നെ നമുക്ക് ഹോം പേജിനകത്ത് സൈനപ്പ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ചെയ്യാം. എന്നിട്ട് ആദ്യം ഒരു ലീനിയർ വെർട്ടിക്കൽ എടുത്തിടുക, ഇത് മാക്സിമം ആക്കിയിടണം. ദെൻ ഇതിൻ്റെ പെൻഡിങ് 0 ആക്കുക. ദെൻ ഗ്രാവിറ്റി സെൻറ്റർ ആക്കുക. ഓക്കെ. ദെൻ ഒരു ലീനിയർ ഹൊറിസോണ്ടൽ ഇടുക, അത് ഇതുപോലെ തന്നെ പെൻഡിങ് 0 ആക്കുക. 0 ടൈപ്പ് ചെയ്യണം. ഓക്കെ, സേവ് ചെയ്തു. ശേഷം ഒരു ലീനിയർ വെർട്ടിക്കൽ ഇതിൻ്റെ ഉള്ളിൽ ഇടണം. ഈ ഒരു നമ്മൾ നേരത്തെ ഇട്ട ലീനിയർ ഹൊറിസോണ്ടലിൻ്റെ ഉള്ളിൽ ഒരു ലീനിയർ വെർട്ടിക്കൽ ഇടണം. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സൈനപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആദ്യം ഒരു എഡിറ്റ് ടെസ്റ്റ് എടുത്തിടണം, പിന്നെ ഒരെണ്ണം കൂടെ. അപ്പോൾ ഈ 2 എഡിറ്റ് ടെസ്റ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇമെയിൽ ടൈപ്പ് ചെയ്യാനും ഒന്ന് പാസ്വേഡ് ടൈപ്പ് ചെയ്യാനും. പിന്നെ നമ്മളൊരു 2 ബട്ടൺ ആഡ് ചെയ്യണം. ഓക്കെ. അതിനുശേഷം നമ്മൾ നേരത്തെ ലീനിയർ വെർട്ടിക്കൽ ആഡ് ചെയ്തല്ലോ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഗ്രാവിറ്റി സെൻറ്ററിലേക്ക് മാറ്റുക. ഓക്കെ. ശേഷം ഇതിൻ്റെ വിഡ്ത്ത് ഇത് ഞാൻ ഇത് റെക്കമെൻഡഡ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തേച്ചാൽ മതി. ആവശ്യമില്ലാത്തതാണ്, ഇതിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി കേട്ടോ ഗൈസ്. ഓക്കെ. അപ്പോൾ ഇനി ബട്ടൺ 1 നമുക്ക് ലോഗിൻ എഴുതി വെക്കണം. ടെസ്റ്റ് നമുക്ക് ലോഗിൻ ആക്കാം. ഓക്കെ. ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഉണ്ടാവും, കാരണം അവിടെ സംസാരിക്കുകയാണ് അവർ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ ശ്രമിക്കുക. വീഡിയോ മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് പറയുന്നത് ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ചെയ്യുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ബ്ലാക്ക് കളറിലിടുന്നു. ദെൻ നമ്മൾ എഡിറ്റ് ടെസ്റ്റും ബട്ടനും ഇരിക്കുന്നത് മാത്രം വൈറ്റ് ആക്കി ഇടുന്നു. ഓക്കെ. ഓക്കെ. ഇനി ഇതിനകത്ത് എഡിറ്റ് ടെസ്റ്റിനകത്ത് നമുക്ക് ഇനിറ്റായിട്ട് ഇമെയിൽ കൊടുക്കാം. ഓക്കെ, സേവ് കൊടുത്തു. ദെൻ പാസ്വേഡ് കൊടുക്കണം, പാസ്വേഡ് കൊടുക്കാം. ഈ എഡിറ്റ് ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ പേരൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലേ, അതിനുള്ള ഒരു ഓപ്ഷനാണ് ഈ എഡിറ്റ് ടെസ്റ്റ്. നമുക്ക് ഇതിൻ്റെ ബേസിക്ക് വേണമെങ്കിൽ പറഞ്ഞു വെച്ചാൽ അത് ഞാൻ വീഡിയോ ഇടാം. ശേഷം കമ്പോണൻറ്റിൽ ചെന്നിട്ട് നമ്മളൊരു ഇൻഡൻറ്റ് ആഡ് ചെയ്യണം. ദെൻ ഒരു ഫയർബേസ് ഓത്ത്, അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് സെക്കൻഡ് പേജ് അത് ഇവിടെ നോക്കട്ടെ. ഇനി ആക്ടിവിറ്റിയിൽ ഓൺ ക്രിയേറ്റ് എന്നുണ്ടാവും. അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോളിൽ ചെന്നിട്ട് ഇഫ് ദെൻ എന്ന് പറഞ്ഞ് ഈ ഒരു കോഡ് എടുത്ത് ഇവിടെ ഇടുക. ദെൻ കമ്പോണൻറ്റിൽ ചെന്ന് ഏറ്റവും അടിയിലായിട്ട് ഫയർബേസ് ഈസ് ലോഗിൻ എന്നുണ്ടാവും, അതെടുത്ത് ആ ഇഫ് ദെൻ എന്നുള്ളതിൻ്റെ ഇടയ്ക്കിടുക. ദെൻ നമ്മൾ ഒരു ഇൻഡൻറ്റ് ആഡ് ചെയ്യണം, സ്റ്റാർട്ട് ആക്ടിവിറ്റി സ്ക്രീൻ. അപ്പോൾ ഈ ഇൻഡൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവിറ്റി മാറാനാണ്, അതായത് ഒന്നിൽ നിന്നും മറ്റേതിലേക്ക് പോകാൻ വേണ്ടിയാണ് ഈ ഇൻഡൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് ഈ ഒരു കോഡിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർബേസ് ഓത്ത് സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ ലോഗിൻ ആയതാണെങ്കിൽ നേരെ വെൽക്കം പേജിലേക്ക് പോകും. അതായത് നമ്മുടെ സെക്കൻഡ് ഈ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇനി മെയിൻ ആക്ടിവിറ്റിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്.
ദെൻ ഇവൻ്റിൽ വന്നിട്ട് വ്യൂ സെലക്ട് ചെയ്തിട്ട് ബട്ടൺ 1 എന്നുണ്ടാവും. ബട്ടൺ 1 ലോഗിൻ ചെയ്യാനുള്ള സ്വിച്ചാണ്. അപ്പോൾ കമ്പോണൻറ്റിൽ ചെന്നിട്ട് സൈനിങ് വിത്ത് ഇമെയിൽ എന്നുണ്ടാവും. ആ ഒരു കോഡ് എടുത്തിടുക. എന്നിട്ട് ഇവിടെ നമുക്ക് കാണാമല്ലോ ഈ ഒരു വൈറ്റ് ഇത് രണ്ടിടത്തും ഇമെയിലും പാസ്വേഡെന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എഡിറ്റ് ടെസ്റ്റ് ഇടണം. അത് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ ഏറ്റവും താഴെ വ്യൂ എന്നുണ്ടാവും. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് പോയി കഴിയുമ്പം ടെസ്റ്റ് വ്യൂ ഗെറ്റ് ടെസ്റ്റ് എന്നുണ്ടാവും. ആ കോഡ് 2 ഇവിടെ എടുത്തിടും. ശേഷം പാസ്വേഡ് കിട്ടാനായിട്ട് ടെസ്റ്റ് 2ഉം ഇമെയിൽ കിട്ടാനായിട്ട് എഡിറ്റ് ടെസ്റ്റ് 1ഉം സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫയർബേസ് സെലക്ട് ചെയ്യണം. അത് മറന്നു പോയാൽ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ. ദെൻ ബട്ടൺ 2 നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ക്രിയേറ്റ് കൊടുക്കാം. വ്യൂവിനകത്ത് ചെന്നിട്ട് ടെസ്റ്റ് വ്യൂ. ഫയർബേസിന് ഈ സ്കെച്ച്വെയറിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർ ഈ വീഡിയോ കാണരുതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതെന്താണെന്ന് പോലും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഇവൻ്റിൽ തന്നെ കമ്പോണൻ്റ് ഉണ്ടാകും. കമ്പോണൻ്റ് സെലക്ട് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്യാം. ശേഷം ഓൺ ക്രിയേറ്റ് യൂസറും ഓൺ സൈനിങ് യൂസർ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ 2 ഉണ്ടാകും. ആ 2 ആഡ് ചെയ്തതിന് ശേഷം ഓൺ ക്രിയേറ്റ് യൂസർ. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺട്രോളിൽ ചെന്നിട്ട് ഇഫ് ദെൻ ഉണ്ടാവും, അതെടുത്തിട്ട് ശേഷം സക്സസ് കൊടുക്കുക. കമ്പോണൻറ്റിൽ ചെല്ലുക. ടോസ്റ്റ് എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് LC കൊണ്ടുവന്നിട്ട് ഇത് കൊടുക്കുക. ദെൻ ഇൻറ്റൻ്റായിട്ട് സെറ്റ് സ്ക്രീന് സ്റ്റാർട്ട് ആക്ടിവിറ്റി. ഇപ്പോൾ ചാനൽ സബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ് ചെയ്തേക്കാം. വീഡിയോ കുറച്ച് ലെങ്ത് ആകും. കാണാനാണെന്ന് വെച്ചാൽ അത്രയ്ക്കും പ്രൊഫഷണാലിറ്റിയോടെ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ അത്ര നല്ല രീതിയിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് ആകുന്നത്. ഇനി അഥവാ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുക. വീഡിയോയിൽ ഏത് സ്വിച്ചാണെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് പേജിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് വ്യൂ കൊടുക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ വീഡിയോനെക്കുറിച്ച് ചെയ്യണം. സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാണ്, റൺ ചെയ്യിപ്പിക്കുകയാണ്. മൈക്ക് ജസ്റ്റ് ഒരു ഷേക്കിംഗ് ഉണ്ടാവും, സോറി. അപ്പോൾ ഗൈസ്, ഇതുപോലത്തെ നല്ല നല്ല ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ കയറി സബ് ചെയ്ത് ചെയ്യുക. APK ബിൽഡിംഗ് ആണ്. ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ലൈവായിട്ടാണ് കാണിച്ചിരുന്നത് ഗൈസ്. വീഡിയോ പോസ് ഒന്നും ആക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇമെയിൽ നമ്മൾ ടൈപ്പ് ചെയ്യണം. ഇമെയിലായിട്ട് ഞാനിപ്പോൾ മാർട്ടിൻ അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ നേരത്തെ ഉള്ള ഒരു അക്കൗണ്ടാണ്. ഇത് ഞാൻ ജസ്റ്റ് ലോഗിൻ അടിച്ചു. വെയിറ്റ് ചെയ്യുക. എൻ്റെ റേഞ്ച് ലേശം സ്ലോ ആണ്. ഇതിൻ്റെയാണ് ആ ഒരു ഇഷ്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക. ഞാനിതിൻ്റെ റീസെൻറ്റിൽ നിന്ന് കളയുകയാണ്. അപ്പോൾ ഒന്നും കൂടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ ഞാൻ നേരെ പോകുന്നത് ഇങ്ങോട്ട് തന്നെ കയറി. പിന്നെ ലോഗിൻ പേജ് വരത്തില്ല. അതിനാണ് നമ്മൾ ക്രിയേറ്റിനകത്ത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഇനി ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്തേക്കുക. നിങ്ങൾ മാക്സിമം ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.